ഒരു താരതമ്യ പഠനത്തിന് മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടും. ഞാനൊക്കെ ആ രൂപത്തിൽ ഒരു പഠനം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തരം വേദികളിൽ പ്രത്യക്ഷപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് സമസ്തയുടെ മദ്രസയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ റജബ് 27 നോമ്പെടുക്കുന്നതിന് തെളിവുണ്ടോ ഉസ്താദ് എന്ന് പറഞ്ഞു ചോദിച്ചു വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ കാലാകാലമായി എടുത്തു വരുന്നതാണ്, അത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. എന്നാലും ഉസ്താദെ, നബി ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോ അത്ര വലിയ അറിവൊന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ നെല്ലിക്കുന്നിലൊരു കോളേജ് ഉണ്ട്, അവിടെ ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉണ്ട്. അവിടെ പോയി ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ, ഇപ്പോൾ ഞാൻ മദ്രസയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിച്ചു, റജബ് 25 നോമ്പെടുക്കാൻ വല്ല തെളിവുണ്ടോ എന്ന്. ഒറ്റയടിക്ക് ഉസ്താദ് മറുപടി പറഞ്ഞാൽ എന്താ അറിയോ, അങ്ങനെ പലരും ചോദ്യം ചോദിച്ചു വരും, അതിനൊന്നും തെളിവുണ്ടെന്ന് വരില്ല. അപ്പൊ നമ്മളിപ്പോ നിസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നതും അങ്ങനെ ചെയ്യുന്നതൊക്കെ പൊന്നാനിന്ന് പഠിപ്പിച്ചെന്നത് കൊണ്ടാ. പൊന്നാനിന്ന് എന്ത് കാണിച്ചെന്നോ അത് ചെയ്യാന്നല്ലാതെ തെളിവും ചോദിച്ച് വഹാബികളോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ തിരിച്ചു പോയില്ല, വേറൊരു ഉസ്താദിനെ കണ്ടു അവിടെ തന്നെ, കോളേജാണല്ലോ. അപ്പൊ മറ്റേ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ ഈ വഹാബികൾ പല ചോദ്യം ചോദിച്ചൊക്കെ വരും, ഈ അവരോട് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളായി എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്നതാണ്. ഏതായാലും ഹദീസ് നിലനിൽക്കും. നിങ്ങൾ പൊന്നാനി ഇത് പഠിപ്പിച്ചെന്നൊക്കെ ചെയ്യണം എന്നാ പഠിപ്പിച്ചത്? അങ്ങനെയുണ്ട് ഒരു സുന്നത്ത് ജമാഅത്ത്? എത്രയോ ഘട്ടങ്ങൾ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. അതൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ട് പരലോകത്തെത്തുമ്പോൾ ഇവരാരും നമ്മുടെ കൈപിടിക്കൂല, ആരും നമ്മളെ രക്ഷപ്പെടുത്തില്ല. ഒരു ഉസ്താദും ഒരു മുസ്ലിയാരും ഒരു മൗലവി ഒരു തുരീക്കത്തിന്റെ ആൾ, ഒരു സെക്രട്ടറി, ഒരു പ്രസിഡന്റോ ആരും ഉണ്ടാവില്ലല്ലോ. ഞാനും നിങ്ങളും ഒറ്റക്കായിരിക്കും റബ്ബിന്റെ കോടതിയിൽ. എന്നിട്ടോ എന്തെങ്കിലും ഖത്തറിൽ നിന്ന് സമ്പാദിച്ച റിയാല് നമ്മളെ രക്ഷപ്പെടുത്തൂല്ല, ഒന്നുമില്ല. നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹപൂർണമായ ജീവിതത്തിന് കണക്ക് പറയേണ്ടി വരുമ്പോ റബ്ബ് മാർഗനിർദ്ദേശമായി തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനാകുന്ന ആ ഖുർആൻ പഠനത്തിന് പോലും സമയം ചെലവഴിക്കാത്ത ആളുകൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പരിശോധിക്കുക, പഠിക്കുക, പകർത്തുക. എന്നാൽ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാം. ഏതെങ്കിലും ആളുകളുടെ കെയർ ഓഫിൽ പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ആരും നമ്മളെ രക്ഷപ്പെടുത്തൂല. ഈ നേതാക്കന്മാരൊക്കെ ഖുർആനും സുന്നത്തുമാണെന്ന് പറഞ്ഞാലും ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒക്കെ പൊളിയും. ഇപ്പോ കഴിഞ്ഞ റബീഉൽ അവ്വലിന് സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്ത് നബിദിനത്തിന് തെളിവല്ലേ എന്ന് ചോദിക്കാറുള്ള ആളുകളുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഫബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിക്കുന്നതാണ് ഖുർആൻ പറയുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞ മുത്തുനബി അല്ലേ? അതെ. അപ്പൊ മുത്തുനബിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞ നബിദിനം കഴിക്കണം എന്നല്ലേ? അങ്ങനെയായിരുന്നു ചോദ്യം. അപ്പോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിക്കാം, അല്ലെങ്കിലോ അതിലുറക്കാം. റഹ്മത്ത് എന്ന് പറഞ്ഞ നബിയാണ്, അപ്പൊ നബിദിനം കഴിക്കണം എന്നാണ്, ആയിക്കോട്ടെ. പക്ഷെ നോക്കൂ, നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്താലോ? ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയോ നബിദിനം കഴിക്കാനുള്ള തെളിവാന്ന്? അവിടുത്തെ 23 വർഷക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിട്ടില്ല. പോകട്ടെ, സഹാബികൾ നബി സ്വന്തം ജന്മദിനം എങ്ങനെയാ കഴിക്കാൻ വിചാരിച്ച് വിട്ടു വിചാരിക്കുക. സഹാബികളോ 35 വർഷക്കാലത്തോളം ഭരണം നടത്തിയ ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒരാളും സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്തിൽ നബിദിനം കഴിക്കാൻ പഠിച്ചോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വരി നബിദിനം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്കും ഇത് നബിദിനത്തിന്റെ തെളിവാന്ന് മനസ്സിലായില്ല. എത്രയോ ഡസൻ കണക്കിന് ഖുർആൻ തഫ്സീറുകൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ തഫ്സീറിലും ഈ ആയത്തിന് റബീഉൽ അവ്വൽ 12 ജന്മദിനത്തിന്റെ തെളിവാണിത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലായാൽ തന്നെ ഒരു സത്യവിശ്വാസിക്ക് മതി ഇത് ഇവരുടെ ദുർവ്യാഖ്യാനമാണെന്ന് തിരിച്ചറിയാൻ. അവ പഠിക്കണമെന്ന് മാത്രം, ഒന്ന് താരതമ്യം ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, പലപ്പോഴും വാശിയും വൈരാഗ്യവുമാണ് ആളുകളെ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ പരലോകമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാം. ഒരുപാട് മങ്കൂസ മൗലൂദും നേർച്ചയും കുത്തുബിയത്തും ഇതൊക്കെയാണെന്ന് നമ്മുടെ നാട്ടിൽ സുന്നത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞ് കൊണ്ടടക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെ ഇല്ലേന്നാണ്. മുഹീദി ശൈഖ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആചാരവും അനുഷ്ഠാനവും സഹാബികളുടെ ഇത്തിഫാഖുള്ള ആചാരവും അനുഷ്ഠാനവും അതാണ് സുന്നത്ത് ജമാഅത്ത്. അദ്ദേഹത്തിന്റെ ഉന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ പഠിപ്പിക്കപ്പെട്ടതിൽ മാലില്ല, മൊയ്തീമാലില്ല. മൊയ്തീമാലുണ്ടായിട്ട് 400 കൊല്ലമായിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ വർഷം നമ്മുടെ BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി അതിന്റെ ഒരു 400-ാം വാർഷികം ആഘോഷിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു 400-ാം വാർഷികം. മൊയ്തീൻ ശൈഖ് മരിച്ചു പോയിട്ടോ 1000 വർഷമായി. അപ്പൊ മൊയ്തീമാല സുന്നത്തിലോ ജമാഅത്തിലോ പെട്ടതല്ല. കുത്തുബിയത്തോ 18-ാം നൂറ്റാണ്ടിലുള്ള സദഖത്തുല്ലാഹിൽ കാഹിരിയാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ് എന്നാണ്. അപ്പൊ 1.5 നൂറ്റാണ്ട് പോലും ആയിട്ടില്ല, അതും ഔട്ടാണ്. അങ്ങനെ ഓരോന്നും പരിശോധിച്ചു നോക്കൂ. നബിയിലേക്കും സഹാബത്തിലേക്കും എത്തിപ്പെടാൻ കഴിയാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞു നടക്കുന്നത് എങ്കിൽ അതിന് പ്രമാണത്തിന്റെ പിൻബലമില്ല. പിന്നെ ചോദിക്കാനുള്ളത്, അപ്പൊ എത്ര ആളുകളാ, എത്ര നേതാക്കന്മാരാ, എത്ര പണ്ഡിതന്മാരാ, എത്ര സാദാത്യങ്ങളാ, ഞങ്ങൾ അവരെ പിൻപറ്റി ജീവിച്ചാൽ ഞങ്ങൾ നരകത്ത് പോവോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ നരകത്ത് പോയിക്കോട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ ചോദ്യത്തിന് ഖുർആൻ മറുപടി നൽകുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിന്റെ 63-64 ആയത്തുകൾ
യൗമ തുകല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിലെ ആളുകളെ മറിച്ചിടപ്പെടുന്ന സമയത്ത് യഖൂലൂന, അവർ പറയുന്നത്, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അവർ പറയുന്നത് എന്താ? അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അനുസരിക്കാന്നാണ്. എന്നിട്ട് അവർ പറയുന്നു, വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാന, ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാരെയാണ് പിൻപറ്റി ജീവിച്ചത്. ഫഅളല്ലൂന സബീല, അവര് ഞങ്ങളെ വഴിപിഴപ്പിച്ചല്ലോ തമ്പുരാനെ. അവരൊക്കെ നമ്മളെ നരകത്ത് കൊണ്ടുപോകാൻ ചോദിച്ചിട്ടായിരുന്നു പിൻപറ്റിയത്. പക്ഷെ ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് നേർമാർഗത്തിലല്ല എന്ന്. അവിടെ നിന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും ബുദ്ധിയില്ലേ, ചിന്തയില്ലേ, ആലോചിക്കുവാനുള്ള കഴിവില്ലേ? അത് ഉപയോഗപ്പെടുത്തിയവരാണ് പരലോകത്ത് രക്ഷപ്പെടുന്നവര്. അത് ഉപയോഗിക്കാത്തവർ പരാജയപ്പെട്ടവരാണെന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നേതാക്കന്മാർ, അപ്പൊ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഖുർആനും സുന്നത്തും. അപ്പൊ ഞാൻ പറഞ്ഞത് ഖുർആന്, അയാളും പറയുന്നത് ഖുർആന്, മറ്റാളും പറയുന്നത് ഖുർആന്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ബാക്കി എല്ലാം പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ്. വിസ വന്നാല് ഏത് വിസയാണ്, എന്ത് വിസയാണ്, എത്ര ശമ്പളമാണ്, ഏതാണ് നമുക്ക് നേട്ടമുള്ളത്, താരതമ്യം ചെയ്യാൻ നമ്മൾ ഉഷാറാണ്. എല്ലാം പഠിക്കും നമ്മൾ. ഒരു മൊബൈൽ വാങ്ങുമ്പോൾ നമ്മൾ ഏത് തെരഞ്ഞെടുക്കണമെന്ന് ശ്രദ്ധിക്കും. ഏറ്റവും ചുരുങ്ങിയത് നാട്ടിലുള്ള 10 രൂപയുടെ കർച്ചീഫ് വാങ്ങുമ്പോൾ പോലും, ഒരു തൂവാല വാങ്ങുമ്പോൾ പോലും ഒരുപാട് തെരഞ്ഞു നോക്കുന്ന ആളുകളല്ലേ നമ്മള്. പക്ഷെ ദീനിന്റെ കാര്യം പറഞ്ഞാലോ, കേൾക്കാൻ സമയമില്ല, CD കാണാൻ വരില്ല, ഖുർആൻ ക്ലാസ്സിനും വരില്ല, ഒരു ക്ലാസ്സിനും സമയമില്ല, ഒന്നും പഠിക്കണ്ട, ഞങ്ങൾ അങ്ങനെ പൊയ്ക്കോളാമെന്നാണെങ്കിൽ ഈ ബുദ്ധിയും ഈ തിരിച്ചറിവും നിനക്ക് ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താനുള്ളതാണല്ലോ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഒരു വിഭാഗം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണമെന്ന് മറുവിഭാഗം. അപ്പൊ രണ്ടിനും ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് താരതമ്യം ചെയ്യ. നീ ആരാ പറയുന്നതിന്റെ ഖുർആന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിലകൊള്ളുന്നവര്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂവെന്ന് നമ്മൾ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് വലിയ ഖാദി പിച്ച് കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ചു, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ചേർത്തി വെച്ച് ഒന്ന് പരിശോധിക്കുക. എന്നിട്ടോ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ആയത്തെടുത്ത് പരിശോധിക്കുക. വലവന്നഹും ഇല്ലലമു അൻഫുസഹും എന്ന് തുടങ്ങുന്ന ആയത്ത്, അതേ പ്രകാരം തന്നെ കുൽ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്നുള്ള ആയത്ത് സൂറത്തുൽ നിസാഇന്റെ നേരത്തെ പറഞ്ഞ ആയത്തും സൂറത്തുൽ മാഇദയിലുള്ള ഈ പറഞ്ഞ ആയത്തും, അങ്ങനെ ഏതേത് ആയത്തുകൾ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും അതൊന്ന് പരിശോധിക്കാം. എന്നിട്ടൊന്ന് പരിശോധിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന് എന്ത് പറഞ്ഞു, സഹാബികൾ അങ്ങനെ മനസ്സിലാക്കി, മുഫസ്സിരീകൾ എന്ത് പറഞ്ഞു, അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്യാം. മൗലവിമാരും മുസ്ലിയാമാരും സീഡികളും സംവാദങ്ങളും കാസറ്റുകളും ചർച്ചകളും ക്ലാസുകളും കുത്തുബകളും പള്ളികളും ഇഷ്ടം പോലുണ്ട്. ഒരു താരതമ്യ പഠനത്തിന് മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടും.